നമ്മളിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ 5000 വർഷത്തോളം പഴക്കമുള്ള തിരുമലയിലെ ഒരു ക്ഷേത്രത്തിലാണ്. ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. പാറക്കോവിൽ എന്ന പേരിലും ഇത് ഈ നാട്ടിൽ അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ദ്രൗപദിക്ക് വേണ്ടി പണി കഴിപ്പിച്ച ക്ഷേത്രമെന്നാണ്. പേരുപോലെ തന്നെ ഇതൊരു വലിയ പാറയുടെ മുകളിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ആദ്യകാലത്ത് മലൈക്കോവിലെന്നും പിന്നീട് അത് തിരുമല പാറക്കോവിൽ എന്ന് ആവുകയാണ് ചെയ്തത്. ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏകദേശം നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ഈ ക്ഷേത്രത്തിൽ പാൽപ്പായസം നേർച്ചയായിട്ട് നടത്തിയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന് ഒരു വിശ്വാസം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായി ഒരു ചെറിയ തീർത്ഥക്കുളം നിലനിൽക്കുന്നുണ്ട്. ഇത് ദ്രൗപദി ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കാനായി വെള്ളം ആവശ്യം വന്നപ്പോൾ പാറയുടെ മുകളിൽ വെള്ളം കണ്ടെത്താൻ സാധിക്കാതെ വരികയും തുടർന്ന് ദ്രൗപദി ഭഗവാനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പാറയിൽ ഒരു നീരുറവ ഉണ്ടായതായിട്ടാണ് ഇവിടുത്തെ ഐതിഹ്യം. നാലുകെട്ട് മാതൃകയിൽ പൂർണ്ണമായും പാറയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളുള്ളത് തിരുമലയിലുള്ള പാറക്കോവിലാണ്. ശ്രീകൃഷ്ണ അമ്പലമാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാൽ ഒത്തിരി നല്ല കാഴ്ചകൾ കാണാം. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാണ്. മറ്റമ്പലങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തതകൾ ഈ അമ്പലത്തിനും ഉണ്ട്, പ്രത്യേകതകളുണ്ട്. ക്ഷേത്രത്തിലെ തീർത്ഥക്കുളമാണ് ഈ കാണുന്നത്. ഇത് കടുത്ത വേനലിൽ പോലും ഇത് വറ്റാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൂജയ്ക്കും അതുപോലെ ക്ഷേത്രത്തിലെ മറ്റാവശ്യങ്ങൾക്കും എല്ലാം ഈ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് എടുക്കുന്നത്. ഇവിടെ ആരാധിക്കുന്ന മറ്റ് ഉപദേവതകൾ ഗണപതി ഭഗവാനും അതുപോലെ ശാസ്താവുമാണ്. അഷ്ടമി രോഹിണി മഹോത്സവം 3 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ഉത്സവമായി ആഘോഷിക്കാറ്. പഞ്ചപാണ്ഡവർ ഒറ്റ രാത്രി കൊണ്ട് പണിതീർത്ത ഒരു ക്ഷേത്രമാണ് ഇതെന്ന് വിശ്വാസം. ഈ ക്ഷേത്രത്തിന് പ്രധാനമായും 3 വാതിലുകൾ മാത്രമേ ഉള്ളൂ. 4ാമത്തെ വാതിലിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ നേരം പുലരുകയും തുടർന്ന് പണി അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ 4ാമത്തെ വാതിൽ ഒരു ചെറിയ കിളിവാതിൽ പോലെ നമുക്ക് ഇപ്പോഴും ക്ഷേത്രത്തിൽ കാണാം. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കറക്റ്റ് 110 പടവുകളാണ് ഉള്ളത്. അപ്പോൾ അത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസും നല്ലൊരു തണുത്ത കാറ്റും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ മറ്റ് വഴിപാടുകളെന്ന് പറഞ്ഞാൽ ഭാഗവത പാരായണവും അതുപോലെ അന്നദാനവുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുമല പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.